ഒരു ക്രിസ്ത്യാനി ഒരിക്കലും സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുവാൻ പാടില്ല. സുവിശേഷം അറിയിക്കുന്നതിൽ അവൻ അഭിമാനിക്കണം. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയണം. സുവിശേഷം തെരുവുകളിൽ പ്രസംഗിക്കരുത്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സുവിശേഷ പ്രസംഗം തെരുവുകളിൽ ആകാമോ? എവിടെയാണ് നാം സുവിശേഷം പ്രസംഗിക്കേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് പറഞ്ഞത് സഭയുടെ നാഥനായ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സുവിശേഷ ഘോഷണം. അത് സകല സൃഷ്ടികളോടും പോയി പ്രസംഗിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പുറപ്പെട്ട് പോയി ചെയ്യേണ്ട കാര്യമാണ് സുവിശേഷ ഘോഷണം. വന്ന് കേൾക്കുന്നതല്ല, ചെന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ സുവിശേഷം എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതായത് ക്രിസ്തുവിൻ്റെ സുവിശേഷം സഭയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, ഒതുക്കേണ്ടതും അല്ല. യേശു മുക്കുവന്മാരായ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ, ശിഷ്യന്മാരായി അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നാണ്. മത്സ്യം പിടിക്കാൻ പോകുന്ന മുക്കുവന്മാർ മീൻ എവിടെയുണ്ടോ അവിടേക്കാണ് പോകുന്നത്. അവർ കടലിൽ പോകുന്നു, കാരണം കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. ചൂണ്ടയിട്ടും വല വലിച്ചും ഒക്കെ അവർ മീൻ പിടിക്കാറുണ്ട്. ഒരിക്കലും ഒരു മുക്കുവൻ സ്വിമ്മിംഗ് പൂളിൽ പോയി മീൻ പിടിക്കാറില്ല, കാരണം വെള്ളമുണ്ടെങ്കിലും അവിടെ മത്സ്യമില്ല. യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. മനുഷ്യരെവിടെയാണ് ഉള്ളത് അവിടേക്ക് പോകണം. അവർ ചിലപ്പോൾ തെരുക്കോണുകളിലായിരിക്കാം, അവർ ചിലപ്പോൾ മാർക്കറ്റിലായിരിക്കാം, അവർ ചിലപ്പോൾ വഴിത്തലക്കിലായിരിക്കാം. എവിടെയാണോ മനുഷ്യർ കൂടുന്നത് അവിടേക്ക് സുവിശേഷവുമായിട്ട് പോകുവാൻ ആണ് യേശു പഠിപ്പിച്ചത്. യേശു പ്രസംഗിച്ചത് സിനഗോഗുകളിൽ മാത്രമായിരുന്നില്ല. യേശു കടപ്പുറത്തും എവിടെയൊക്കെ 10 മനുഷ്യരെ കർത്താവ് കണ്ടോ അവിടെയൊക്കെ താൻ സുവിശേഷം അറിയിച്ചിരുന്നു. പത്രോസിൻ്റെ പടകിൽ ഇരുന്നു കൊണ്ട് കടപ്പുറത്തുള്ള പുരുഷാരത്തോട് യേശു സംസാരിച്ചു. മാത്രമല്ല, അവസരങ്ങൾ എവിടെ യേശുവിന് ലഭിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ യേശു സുവിശേഷം പ്രസംഗിച്ചിരുന്നു. സുവിശേഷം തെരുവിൽ നാം പ്രസംഗിക്കുമ്പോൾ വാസ്തവത്തിൽ അത് വലിയ ധൈര്യത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രദർശനം കൂടിയാണ്. ചിലപ്പോൾ പരിഹാസമുണ്ടാകാം, എതിർപ്പുണ്ടാകാം. എന്നാൽ സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുന്നത് ഭാഗ്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ത്യാഗത്തെ, അവരുടെ ആ സമർപ്പണത്തെ, അവരുടെ ആ ആത്മഭാരത്തെ കെടുത്തിക്കളയുന്ന വാക്കുകൾ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സിനെ വളരെ ദുഃഖിപ്പിക്കുന്നതുമാണ്. സുവിശേഷം ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമുള്ള ദൗത്യമല്ല, അത് ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വമാണ്. അവർക്ക് ലഭിച്ച രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോട് അവർ പങ്കുവച്ചിരിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും ഈ മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളാക്കാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം. എന്നാൽ എന്തുകൊണ്ട് ആളുകൾ തെരുവുകളിൽ പ്രസംഗിക്കാൻ ഭയപ്പെടുന്നു? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, തങ്ങളെ ആളുകൾ നിരസിക്കുമോ എന്നുള്ള ഭയം. തെരുവിൽ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കേൾക്കാം, കേൾക്കാതിരിക്കാം, അവഗണിക്കാം, പരിഗണിക്കാം. ഈ ചിന്ത പലരെയും ഭയപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ സ്വീകാര്യത തങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്നു. 2, ആത്മവിശ്വാസക്കുറവാണ്. ഹാളിനകത്ത് മൈക്കിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തോട് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ തെരുക്കോണിൽ, പരസ്യസ്ഥലത്ത്, ചന്തസ്ഥലത്ത് ആളുകൾ തിങ്ങി നിൽക്കുന്ന ഇടത്ത് നന്നായി സംസാരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ള ഭയമാണ് പലരെയും തെരുവുകളിൽ പ്രസംഗിക്കുന്നതില്ലെന്ന് പുറകോട്ട് വലിക്കുന്നത്. സാമൂഹികമായിട്ടുള്ളൊരു ലജ്ജയുണ്ട്. പൊതുസ്ഥലത്ത് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു
എന്നുള്ള തൻ്റെ വിശ്വാസം തുറന്നു പറയുന്നത്, ഏറ്റുപറയുന്നത് ചിലർക്ക് ലജ്ജയായിട്ട് തോന്നാറുണ്ട്. ചില സ്ഥലങ്ങളിലാകട്ടെ അത് കേസാകുമോ, ഉപദ്രവിക്കപ്പെടുമോ, ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഫലം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്ത അവരെ പുറകോട്ട് വലിക്കുന്നു. മാത്രമല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള, അതായത് ജീവിത സാക്ഷ്യം ഇല്ലാത്തതും തെരുവുകളിൽ പ്രസംഗിക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്യുന്നവർ ഏറ്റവും അനുഗ്രഹീതരാണ്. അവർ അത് ചെയ്യട്ടെ. പൗലോസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗം ഇവിടെ പറയാം. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ്. അത് ആത്മഭാരം കൊണ്ട് കത്തുന്ന ഒരു ഹൃദയത്തിൻ്റെ നിലവിളിയാണ്. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല എന്നല്ല, എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ ആവില്ല. പൗലോസിന് സുവിശേഷം ഒരു ജോലി ആയിരുന്നില്ല, ഒരു പദവിയും ആയിരുന്നില്ല, മറിച്ച് അതവൻ്റെ ജീവൻ ആയിരുന്നു. അയ്യോ കഷ്ടം എന്ന് പോലും താൻ അവിടെ പറയുകയാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ അന്ധകാരത്തിലായിരുന്നു, ദൈവം എന്നെ വീണ്ടെടുത്തു. ഞാൻ സഭയെ പീഡിപ്പിച്ചവനായിരുന്നു, ദൈവം എന്നോട് ക്ഷമിച്ചു. ഞാൻ അർഹതയില്ലാത്തവനായിരുന്നു, എങ്കിലും ദൈവം എന്നെ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലനാക്കി. അപ്പോൾ ഞാൻ എങ്ങനെ മൗനമായിരിക്കും? പ്രിയരെ, നാമും സുവിശേഷം കേട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ രക്ഷയുടെ സന്ദേശം നാം എന്തു വില കൊടുത്തും പങ്കുവെക്കുവാൻ തയ്യാറാകണം. അത് തെരുക്കോണുകളിൽ, വഴിത്തലയ്ക്കൽ, ചന്തസ്ഥലങ്ങളിൽ എവിടെ അവസരം കിട്ടുമോ അവിടെ കർത്താവിനെ സാക്ഷിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തെരുക്കോണുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന തെരുവ് പ്രസംഗകരെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നല്ല വചനത്തിനായി സ്തോത്രം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ എല്ലായിടത്തും യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ദൈവം ഏവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ